നിങ്ങളിത് കേട്ടോ, ആ ടിക് ടിക് ശബ്ദം, അതാണ് സമയം. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ ഞാൻ നിങ്ങളോട് പറയട്ടെ, സമയം ആരെയും കാത്തിരിക്കാറില്ല. നിങ്ങൾ കാത്തിരുന്നോ ഇല്ലയോ എന്നത് ഒരു പ്രശ്നവുമല്ല. നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കാം, ആശയക്കുഴപ്പത്തിലായിരിക്കാം, പക്ഷെ അത് നിൽക്കുന്നില്ല, അത് നീങ്ങുന്നു വേഗത്തിൽ, അതിവേഗത്തിൽ. നിങ്ങളുടെ വർഷങ്ങൾ പാഴാക്കരുത്. ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ചിന്തിച്ചുവെന്നും ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കാത്തിരുന്നു എന്നും തിരിച്ചറിയരുത്. സ്വയം ചോദിക്കുക, നമ്മളോട് തന്നെ ചോദിക്കുക, 6 മാസം കഴിഞ്ഞ് നിങ്ങൾ എവിടെയായിരിക്കും? 6 വർഷം കഴിഞ്ഞ് എവിടെയായിരിക്കും? നിങ്ങളുടെ സ്വപ്നത്തോട് നിങ്ങൾ അടുത്തെത്തിയോ, അതോ ഇന്നലകളിൽ എന്തായിരുന്നോ അവിടെ തന്നെയാണോ ഇപ്പോഴും നിങ്ങൾ? അതാണ് യഥാർത്ഥ ഭയം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും പ്രവൃത്തി മേഖലകളിൽ മുന്നോട്ട് പോകാതെ കുടുങ്ങിപ്പോകുന്നു, നിശ്ചലനായിട്ട് നിൽക്കുന്നു. നിങ്ങൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് അതേ ജീവിതത്തിലേക്ക്, അതേ പോരാട്ടങ്ങളിലേക്ക് വീണ്ടും ഉണരുന്നു. പ്രവർത്തിക്കാനുള്ള സമയമാണിത്. നിങ്ങളുടെ തലയിലെ ആ മനോഹരമായ ആശയം അത് സ്വയം നിർമ്മിക്കപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പുസ്തകം അത് സ്വയം എഴുതാൻ പോകുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ശരീരം, ആ ശരീരത്തിലെ കൊഴുപ്പ് കുറഞ്ഞ് വടിവൊത്ത ശരീരമാവാൻ പോകുന്നില്ല. നിങ്ങൾ മുന്നോട്ട് ചലിക്കാത്തിടത്തോളം കാലം ഇപ്പോൾ നിങ്ങൾ ചലിക്കൂ. ഇനി ആസൂത്രണമൊന്നുമില്ല, ഇനി സ്വപ്നങ്ങൾ കാണേണ്ടതില്ല. എല്ലാം തികഞ്ഞ ഒരു മനോഹരമായ സമയത്തിനായി ഇനി കാത്തിരിക്കേണ്ടതില്ല. കാരണം അത് നിലവിലില്ല.